വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. ഒരുപാട് സന്തോഷിക്കല്ലേ ശിവ, ഗെയിം ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. നിങ്ങൾ നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ, ഞങ്ങളും നിങ്ങളുടെ കൂടെ കളിച്ചോട്ടെ. പക്ഷേ നിങ്ങൾ ആരാ? എന്റെ പേര് ഉണോ എന്നാണ്. ഇവരെല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആണ്. ഡോസ്, പ്രസ് ആൻഡ് കാർട്രോ. ഞങ്ങൾ പുതിയ കൂട്ടുകാരാണ്. ഞങ്ങൾക്ക് എയർ ബോൾ കളിക്കണമെന്നുണ്ട്. ഹലോ എയർബോട്ട്സ്, എന്റെ പേര് ശിവ എന്നാണ്. ഇത് എന്റെ കൂട്ടുകാരാണ് രേവ, യുഡി, ആദി. നിങ്ങളെല്ലാരും ഞങ്ങളുടെ കൂടെ കളിച്ചോല്ലോ. ഞങ്ങൾക്ക് ശരിക്കും കളിക്കാൻ അറിയില്ല. അതൊന്നും പ്രശ്നമില്ല, നിങ്ങൾ രണ്ടുപേരും എന്റെ ടീമിലേക്ക് വന്നേക്ക്. ബാക്കിയുള്ളവരൊക്കെ രേവയുടെ ടീമിലേക്ക് പോയിക്കോട്ടെ. ഇത് ചീറ്റിങ്ങാ. പെട്ടെന്ന് തന്നെ ഗോൾ ചെയ്തല്ലോ. കളിപ്പിക്കാൻ പോലും പറ്റിയില്ല. ശിവ, ഇവർക്ക് ശരിക്കും കളിക്കാൻ പോലും അറിയില്ല. ഇതൊരു മാച്ച് ആയിരുന്നെങ്കിൽ ശരിക്കും അറിഞ്ഞു കളിക്കായിരുന്നു. കൂട്ടുകാരെ, ഞങ്ങൾക്ക് ഈ കളി വളരെ ഇഷ്ടപ്പെട്ടു. കൂട്ടുകാരെ, നമ്മൾക്ക് അടുത്ത ഗെയിമിൽ നല്ലൊരു ടീം ഉണ്ടാക്കാം. ഞങ്ങൾ എയർ ബോളിന്റെ ടീം ഉണ്ടാക്കാം. എന്താണ്, സമ്മതമാണോ? എനിക്ക് സമ്മതമാണ് ബോട്ട്സിന്റെ ചാലഞ്ച്. ശിവ, ഇത് എന്തൊക്കെയാ സംഭവിക്കുന്നേ? ചിലപോലെ ഏലിയനെ അറ്റാക്ക് ചെയ്യാൻ വരികയാണോ? എനിക്ക് ഇപ്പോഴാണ് ഒരു ന്യൂസ് കിട്ടിയത്. അലൻ ബോട്ടിന്റെ ഒപ്പം എയർ ബോളുമായി നിങ്ങൾ മത്സരിക്കുമെന്ന്. അതെ കിങ്കോഗു, ഞാനാണ് ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തത്. ശിവ ശിവ ശിവ, ഈ നട്ട് ബോൾട്ടാണ് സത്യം. നീ എന്ത് പണിയാ ചെയ്തത്? ഞാൻ വിചാരിച്ചു നീ എക്സ്ട്രീം സിറ്റിയെ സ്നേഹിക്കുന്നവനാണെന്ന്. പക്ഷേ ഇപ്പോ ചിപ്പി. എക്സ്ട്രീം സിറ്റി റൂൾ ബുക്ക് പേജ് 1205 സെക്ഷൻ 453 നോക്കുമ്പോൾ എക്സ്ട്രീം സിറ്റിയുടെ ഏതൊരു താമസക്കാരനായാലും എയർ ബോട്ടുമായി എയർ ബോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ പാടില്ല. ഇതിൽ തോൽവി സംഭവിച്ചാൽ കൂജി ബോട്ടിനും എയർ ബോട്ടിനും എക്സ്ട്രീം സിറ്റിയിൽ റൂൾസ് നടപ്പാക്കാൻ അവസരം കിട്ടുന്നു. ഓഹോ ശിവ, ഇനി നമ്മൾ എന്താ ചെയ്യാ? നിങ്ങളിങ്ങനെ വിഷമിക്കേണ്ട കിങ്കോഗു. ശിവ ഒരിക്കലും തോൽക്കാറേ ഇല്ല. അതെ കിങ്കോഗു, അവർക്ക് ശരിക്കും ഒരു ഗോള് പോലും ഇടാൻ അറിയില്ലെന്നേ കേട്ടോ. അവസാനം അങ്ങനെ ഒരാൾ എന്റെ ചാലഞ്ച് സ്വീകരിച്ചിരിക്കുന്നു. എയർബോട്ട്സ്, ഞാൻ ജയിച്ചേ പറ്റൂ. തയ്യാറായിക്കൊള്ളു നിങ്ങൾ. ഇവരിപ്പോ ഭയങ്കര അപകടകാരികളാ.
അപ്പോ അതിന്റെ അർത്ഥം അവര് മനഃപൂർവ്വം നമ്മളെ കളിപ്പിക്കുകയായിരുന്നല്ലേ? ഇവർക്ക് ശരിക്ക് കളിക്കാൻ അറിയില്ല എന്ന് അഭിനയിച്ച് മനഃപൂർവ്വം നമ്മളെ കൊണ്ട് ചാലഞ്ച് ചെയ്യിപ്പിക്കുകയായിരുന്നു. നട്ടും ബോൾട്ടും സത്യമാണ് ശിവ. ഈ എയർബോട്ട് എക്സ്ട്രീം സിറ്റിയുടെ വലിയൊരു ചതിയനാണ്. അവനെ ഒരിക്കൽ പോലും ഒട്ടും വിശ്വസിക്കരുത്. നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട കിങ്കോഗു, ഈ ശിവ എല്ലാം നോക്കിക്കോളാം. അടിപൊളി, നമ്മുടെ ശിവ തന്നെ ജയിക്കും. ശിവയെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. വിട്ടുകൊടുക്കരുത്, അവനെ തോൽപ്പിച്ചേ പറ്റൂ. ഈ കുട്ടികളുടെ മുന്നിൽ എന്റെ ബോട്ട് എത്രയും പെട്ടെന്ന് ജയിക്കും. കണ്ടോളൂ. ദേവാ, വിട്ടുകൊടുക്കല്ലേ, തോൽപ്പിക്ക്. ദേവാ, വിട്ടുകൊടുക്കല്ലേ, തോൽപ്പിക്ക്. എന്റെ ശിവ, എന്റെ ശിവ, എന്റെ കുട്ടികൾ നന്നായി കളിക്കുന്നുണ്ട്. ഏ ശിവ, അടിപൊളി അടിപൊളി, അങ്ങനെ തന്നെ കളിക്ക് ശിവ. അടിപൊളി ശിവ, അടിപൊളി അടിപൊളി, നന്നായി കളിക്ക് ശിവ, നന്നായി കളിക്കുക. ശരി, ഇനിയാണ് ശരിക്കുള്ള കളി തുടങ്ങാൻ പോകുന്നത്. അടിപൊളി, നല്ല രസമുണ്ട്. അടിപൊളിയാണല്ലോ ഗെയിം. ഓ കൊള്ളാലോ കൊള്ളാലോ ശിവ, അടിപൊളി, കൊള്ളാലോ കൊള്ളാലോ. ഇത് ചീറ്റിംഗ് ആണ്, ചീറ്റിംഗ്. ശിവ, ഈ എയർബോട്ട് മനഃപൂർവ്വം ചതിക്കുകയാണ്. ഓ, എന്റെ സ്ക്രൂ ലൂസ് ആവാൻ തുടങ്ങിയല്ലോ. ഓ, കൊള്ളാം. എയർബോൾ നമ്മൾ ജയിച്ചേ പറ്റൂ. തോപ്പിക്ക്. മാച്ച് ജയിക്കാൻ വേണ്ടി നിങ്ങൾ ചീറ്റിംഗ് ചെയ്യാണല്ലേ? ശിവ എന്തും സഹിക്കും. പക്ഷെ ശിവയുടെ കൂട്ടുകാരെ വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ശിവ സഹിക്കില്ല. ആദി, നിന്റെ ബോട്ട് പൊട്ടിയത് കൊണ്ട് നീ ഇവിടെ കുറച്ചു നേരം വിശ്രമിക്ക്. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും കളിച്ചോളൂ. പക്ഷെ ഇനി ശിവ എങ്ങനെയാണ് കളിക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടോളൂ. ശിവ ശിവ, ശിവ ശിവ, ശിവ ശിവ ശിവ. ശിവയുടെ ടീം വളരെ അതിശയകരമായിട്ടാണ് മാച്ച് ഡ്രോയിൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്, കേട്ടല്ലോ. ഇനി അവസാനമായി 10 സെക്കൻഡ് മാത്രമാണ് ഉള്ളത്. ഇനി ശിവയ്ക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ ശിവയുടെ ടീം ജയിക്കുമെന്ന് ഉറപ്പില്ല.
ജയിച്ചിരിക്കുന്നു. എക്സ്ട്രീം സിറ്റി ജയിച്ചു. ഇനി അടുത്ത തവണയെങ്കിലും എക്സ്ട്രീം സിറ്റിയിൽ ആരെങ്കിലും ചാലഞ്ച് ചെയ്യാമെന്ന് ഒരിക്കലും സ്വീകരിക്കല്ലേ. നടുവൊടിഞ്ഞു പോകും. Watch India's largest kids library only on Jio Hotstar. Download the app now.